ഖബറിൽ ഞങ്ങൾക്ക് ഖുർആൻ നേരം പോക്കിന്റെ കൂട്ടുകാരൻ തന്നെയാവണം, മൂനിസാകണം. അപ്പൊ ഖുർആനുമായിട്ടൊരു ആത്മബന്ധം ഒരാൾക്കുണ്ടെങ്കിൽ അയാളെ മനസ്സിൽ പിന്നെ കുശുമ്പുണ്ടാകൂല, കുന്നായ്മ ഉണ്ടാകൂല, മറ്റൊരാളോടുള്ള ആഢ്യത്വ മനോഭാവം ഉണ്ടാകൂല, അഹന്തയുണ്ടാകൂല, മറ്റുള്ള അധസ്ഥിതരോട് വിവേചന മനോഭാവം ഉണ്ടാവില്ല. കാരണം എന്താണ്? ഖുർആനാണ് അവന്റെ ഖൽബിനെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവനെ ഖുർആനിന്റെ ഒരു സ്വഭാവം. ആയിഷ ബീവിയോട് സ്വഹാബ എന്ന് ചോദിച്ചില്ലേ, കൈഫ കാന ഖുലുഖു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒറ്റ മറുപടി, വകാന ഖുലുഖുഹു അൽ ഖുർആൻ. ഖുർആനായിരുന്നു അവിടുത്തെ പ്രകൃതം. ഖുർആൻ ഒരു പ്രകൃതമാവുക, ഖുർആനിന്റെ മാസ്മരികത നമ്മുടെ സ്വഭാവങ്ങളിലൊക്കെ തന്നെ ബഹിസ്ഫുരിക്കുക. ഭയങ്കര സൗന്ദര്യം ഉണ്ടാവുന്ന ആ മനുഷ്യന്. ഒരു മനുഷ്യന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് എന്താണ്? ദി മോസ്റ്റ് പവർഫുൾ മേക്കപ്പ് ഓഫ് എ മാൻ ഓർ വുമൺ ഈസ് പാഷൻ. ഒരാണിന്റെയും പെണ്ണിന്റെയും ഏറ്റവും വലിയ സൗന്ദര്യവർദ്ധക വസ്തു എന്ന് പറയുന്നത് അവരുടെ നിലപാടും സ്വഭാവമൊക്കെയാണ് അത്രേ. ഞാൻ ഇസ്രായേലിൽ പോയ സമയത്ത് അവിടെ ഈ ഡെഡ് സീ എന്ന് പറയുന്ന ബഹ്റുൽ മയ്യിത്ത്, ചാവുകടലിന്റെ പാർശ്വഭാഗത്ത്